തുടങ്ങാം. സഹനാവതു സഹനബുദ്ധിനസ്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. സമാധാനമായ എല്ലാ ഭക്തർക്കും പുനീതമായ 29ാമത്തെ അലയത്തിലെ സ്ഥിരതര ജാതയ അല്ലേ? അതെ അതെ സർ. സ്ഥിരതര ജാതയോദ്ധനിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്തത നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയതൈവ അപദസ്യത പശൂന്യതുലം ലഭത. 2-3 മന്ത്ര ശ്ലോകങ്ങൾ ഇനി വിവരിക്കുന്നത് ജീവാത്മ പരമാത്മാക്കളുടെ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു വന്നാണ്. പരമാത്മാവിൽ നിന്നും ജീവാത്മാക്കൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന ഒറ്റ വിഷയത്തെ കുറിച്ചാണ് 2-3 ശ്ലോകത്തിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നമുക്കൊക്കെ സ്ഥിരമായി ചോദിക്കാൻ ഉദ്ദേശിച്ച ഒത്തിരി സംശയങ്ങളുടെ മറുപടിയും കൂടി തന്നുകൊണ്ടാണ് വേദം ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകുന്നത്. സ്ഥിര ചര ജാതയ, ചരാചര കൂട്ടങ്ങൾ. സ്ഥിരം എന്ന് വെച്ചുമ്പോൾ അചരം, മറ്റേ ചരം, ജാതി എന്ന് വെച്ചാൽ കൂട്ടുന്നാണ്. അപ്പം സ്ഥിര ചരജാതയ, ചരാചരക്കൂട്ടങ്ങൾ സ്യുഹു ഭവിക്കുന്നു, ഉണ്ടാകുന്നു. ചരാചരങ്ങൾ ഉണ്ടാകുന്നു, അത് സത്യമാണ്, ഉറപ്പാണ്. ചരങ്ങളും അചരങ്ങളുമായ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വസ്തുക്കൾ ഉണ്ടാകും. എങ്ങനെ ഉണ്ടാകുന്നു? അജയ ഉത്ഥനിമിത്തയുജോ. അജയ മായയാൽ, ഉത്ഥനിമിത്തയുജ എഴുന്നേൽക്കുക എന്ന നിമിത്തത്തോട് കൂടി ചേർന്നിട്ട്, ഉത്ഥ നിമിത്ത യുജ ഉറങ്ങിക്കിടക്കുന്നവർ ഉണർന്നെഴുന്നേറ്റ് വരുന്നത് പോലെയാണ് അജയാൽ ഈ സ്ഥിരതരജാതികളെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത്. അജയ ഉത്ഥനിമിത്ത യുജോ. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, ചരാചരങ്ങളുടെ സൃഷ്ടി അങ്ങയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. സ്ഥിരതരജാതയ സ്യുഹു അജയ ഉത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്ത തതഃ. ഹേ വിമുക്ത സംബോധനയാണ്. ഒന്നിനോടും ബന്ധമില്ലാതെ വേറിട്ട് നിൽക്കുന്നവനായ ഹേ ഭഗവൻ വിമുക്ത. യദി ഉദീക്ഷയാ വിഹര, ഈക്ഷണം കൊണ്ട്, നോട്ടം കൊണ്ട് വിഹര ഒന്ന് കളിച്ചു. പരസ്യ അജയ ഉത്ഥനിമിത്തയുജോ, അങ്ങയിൽ നിന്നും വളരെ ദൂരെയാണ് മായയിരിക്കുന്നത്. അങ്ങ് വിദൂരെ നിന്നുകൊണ്ട് തന്റെ കണ്ണുകൾ കൊണ്ട് മായയെ ഒന്ന് നോക്കി. എന്തിന്? ഒന്ന് കളിക്കണമെന്ന ആഗ്രഹത്തോടെ. അപ്പോൾ മായയിൽ നിന്ന് ഉറങ്ങിയവർ ഉണർന്നെഴുന്നേൽക്കുന്നത് പോലെ ചരാചരങ്ങൾ മുഴുവനും ഇവിടെ നിന്ന് ഉണ്ടായിരിക്കണം. അപ്പം അങ്ങയുടെ നോട്ടമാണ് ഇതിന് കാരണം. അജയിൽ നിന്നുമാണ് ഈ ചരാചരങ്ങൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഈ ചരാചരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് മുഴുവനും കാരണം അങ്ങാണ് എന്ന് വരുവോ? പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, നദികൾ, വൃക്ഷങ്ങൾ
പിന്നെ എന്താ അതിലുള്ള ഉറുമ്പ് മുതൽ ആന വരെയുള്ള സമസ്ത ജീവജാലങ്ങൾ. ഈ വ്യത്യസ്തതയ്ക്ക് കാരണം എന്താണ്? അഗ്നിയിൽ നിന്നും തീപ്പൊരികൾ ഉണ്ടാകുന്നത് പോലെയാണ് അങ്ങയിൽ നിന്നും ഇത് മുഴുവനും ഉണ്ടായത്. അഗ്നിയിൽ നിന്നും തീപ്പൊരി ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. ഈ തീപ്പൊരികൾ ഒന്നും ഒരേ ആകൃതിയല്ല, ഒരേ ശക്തിയല്ല, ഒരേ വലിപ്പമല്ല, ഒരേ രൂപമല്ല, ഒരേ വർണ്ണവുമല്ല. വ്യത്യസ്തത ആ തീപ്പൊരികൾക്കുണ്ട്. അഗ്നിയിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായത്. അതേപോലെയാണ് അങ്ങെന്ന ആ മഹാഗ്നിയിൽ നിന്ന് ബഹുക്കളായ അനേകങ്ങളായ തീപ്പൊരികൾ പോലെ ഈ ലോകങ്ങൾ, ആ ലോകത്തിലെ അചരങ്ങളായ വസ്തുക്കൾ, ചരങ്ങളായ വസ്തുക്കൾ, അവയ്ക്ക് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ആത്മാവ് എന്നിങ്ങനെ ദേവന്മാര്, മനുഷ്യര്, ഋഷിമാര്, വൃക്ഷങ്ങൾ, പക്ഷികൾ, ലതകൾ, സകല ദേവന്മാരും സകല ഭൂതങ്ങളും അങ്ങയിൽ തന്നെയാണ് പുറപ്പെട്ടത് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടെ വേദം അങ്ങയെ സ്തുതിക്കുന്നത്. സ്ഥിരതലജാതയഫ്യുഹു അജയ ഉദ്ധനിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്ത. അതുകൊണ്ട് അപ്പോൾ ഇവിടെ വാസ്തവത്തില് ഈ ജീവജാലങ്ങൾ മായ കൊണ്ട് അങ്ങയുടെ മായയിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാക്കളാണ്. അങ്ങ് മായയെ ഒന്ന് നോക്കിയപ്പോൾ അവയിൽ നിന്നും ഉണ്ടായത് എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. എന്നാണ് സൃഷ്ടിയുടെ രഹസ്യം. അങ്ങ് മായയെ ഒന്ന് നോക്കി, ഐക്ഷത എന്ന് വേദങ്ങളൊക്കെ പറയും. ഒന്ന് നോക്കിയപ്പോൾ ആ നോട്ടത്തിൽ നിന്നും മായ വിജൃംഭിത വീതിയായി അതിൽ നിന്നും ഈ ചരാചരങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായി. അങ്ങനെയാണ് വൃക്ഷങ്ങളും അതുപോലെ മൃഗങ്ങള്, ജീവാത്മാക്കള് ഇതിലൊക്കെ ഉണ്ടായത് അവരവരുടെ കർമ്മത്തോടു കൂടിയാണ് ജനിക്കുന്നത്. സകല ജീവജാലങ്ങൾക്കും അവരവരുടെ കർമ്മം ബോധ്യമാണ്, ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല. ഉറുമ്പ് മുതൽ ആന വരെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം അവരവരുടെ കർമ്മങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ബോധ്യമാണ്. ഒരു മനുഷ്യന്റെ കുട്ടി ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ പ്രത്യേക പാഠമോ അല്ലെങ്കിൽ ക്ലാസ്സോ കൊടുത്തിട്ടല്ല. അവരവരുടേതായ കർമ്മഗതികൾ അവരവർക്ക് ഉറപ്പാണ്. ഈ കർമ്മത്തോടു കൂടിയാണ് ജീവജാലങ്ങളൊക്കെ ജനിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ടാണ് വൃക്ഷലതാദികളൊക്കെ അവരവരുടെ ഫംഗ്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ. മാങ്ങേണ്ടി കുഴിച്ചിട്ട് അതിൽ നിന്നും ജനിച്ചു വളർന്നു വരുന്ന മാവിൽ നിന്നും മാങ്ങ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, തേങ്ങ ഉണ്ടാവില്ല. അവരവരുടെ കർമ്മഗതിയാണ് അവരവരുടെ ജനന, വൃദ്ധി, അഭിവൃദ്ധിക്ക് കാരണം അത് തന്നെയാണ്. അപ്പൊ സ്വകർമ്മങ്ങളോട് കൂടി ആണ് ഉണ്ടായതെന്ന് എന്തിനാണ് വാസ്തവത്തിൽ പറഞ്ഞത് എന്നാണെങ്കിൽ, അങ്ങയുടെ ഇച്ഛയാകുന്ന ഈക്ഷണം കൊണ്ടാണ് വിഭിന്നങ്ങളായ ശരീരങ്ങൾ ഉണ്ടായത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഉച്ചനീചത്വങ്ങൾ ശരീരങ്ങൾക്ക് ധാരാളം ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ആകാശം പോലെ എങ്ങും വ്യാപരിച്ചിരിക്കുന്നവനായ അങ്ങയ്ക്ക് ഒരു വസ്തുവിനോടും ഒരു കടപ്പാടില്ല, ഒരു വസ്തുവിനോടും ഒരു ചേർച്ചയില്ല, ഒന്നിനോടും അടുപ്പമില്ല. ആകാശം പോലെ അങ്ങ് ഒന്നിനോടും ചേരാത്തവനാണ്, എന്നാൽ എല്ലാത്തിനോടും ചേരുന്നവനാണ്. ആകാശം അങ്ങനെയാണ്. ആകാശമില്ലാത്ത സ്ഥലമില്ല. ഏത് സ്ഥലത്തും ആകാശമുണ്ട്. പക്ഷെ ആകാശത്തെ ഒരു സ്ഥലവും ഒരു ദോഷവും ഒന്നും ആകാശത്തെ ബാധിക്കത്തില്ല.
നഹി പരമഫ്യ കശ്ചിത് അപരോ ന പരശ്ച ഭവേത്. പരമനായ അങ്ങയ്ക്ക് ഒരാൾ പരനാണ്, മറ്റൊരാൾ അപരനാണ് എന്നുള്ള ചിന്തയേ ഇല്ല. വിയത ഇവ, ആകാശത്തെ പോലെ, അപദഫ്യ, ഒരു സ്ഥാനമില്ലാത്തവനായ, തവ ശൂന്യതുലം ബധന, അങ്ങ് ശൂന്യതയുടെ തുല്യതയെ പ്രാപിച്ചിരിക്കുന്നവനാണ് അങ്ങ്. ഉൽപ്പന്നമായ ജീവാത്മാക്കളിലെ ഒരാൾക്ക് സ്ഥിരമായ ശരീരം, മറ്റൊരാൾക്ക് ചരിക്കാൻ പറ്റുന്ന ശരീരം, വൃക്ഷങ്ങൾക്ക് സഞ്ചരിച്ചു പോകാനാവാത്ത ശരീരം, പ്രാണികൾക്ക് സഞ്ചരിച്ചു പോകാൻ പറ്റുന്ന ശരീരം എന്നിങ്ങനെ ചരാചര ഭേദങ്ങളോട് കൂടിയിട്ട് ചിലരെ ദേവനാക്കി, ചില മനുഷ്യനാക്കി, ചില ഉറുമ്പാക്കി, ചില ആനയാക്കി എന്നിങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അങ്ങ് കൽപ്പിച്ചുണ്ടാക്കിയതല്ല എന്ന് സാരം. അങ്ങനെയാണെങ്കിൽ ജീവജാലങ്ങളൊക്കെ ചോദിക്കില്ലേ, എനിക്ക് എന്തിനീ ശരീരം തന്നു, എനിക്കിത് പുരുഷനെ തന്നാൽ പോരെ, ഞാൻ സ്ത്രീയായാൽ പോരെ, ഞാൻ ഉറുമ്പായിരുന്നെങ്കിൽ മതിയായിരുന്നു, കൊതുകിന് തോന്നുന്നു ഞാൻ ഈച്ചയായാൽ മതിയായിരുന്നു എന്നിങ്ങനെ തോന്നുന്നത് അങ്ങ് ആർക്കും വിഹിതമായി കൽപ്പിച്ചു കൊടുക്കുന്നതല്ല. നിങ്ങൾ ഇങ്ങനെ ആവട്ടെ, നിങ്ങൾ ദേവരാവട്ടെ, നിങ്ങൾ ഋഷിയാവട്ടെ, നിങ്ങൾ ബ്രാഹ്മണരാകട്ടെ, ക്ഷത്രിയരാകട്ടെ എന്നിങ്ങനെ പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം അങ്ങ് നിശ്ചയിക്കലല്ല, അങ്ങ് നോട്ടം മാത്രമേ ചെയ്തുള്ളൂ. ഈ നോട്ടം ആകാശം പോലെ നിർലേപമാണ്, ഒന്നിനെയും ബാധിക്കത്തില്ല. ഈ നോട്ടം കൊണ്ട് അജയിൽ നിന്നുമാണ് ഉണ്ടായത്. അജയിൽ ഉറങ്ങി ഉണരുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ അജയിൽ ഉറങ്ങിക്കിടന്നിരുന്നവരെല്ലാം അവരവരുടെ പൂർവകർമ്മ വാസന കൊണ്ട് വീണ്ടും വീണ്ടും ഓരോരോ ജീവജാലങ്ങളായി ജനിക്കാൻ കാരണമായിരിക്കുന്നു. പൂർവജന്മകൃത വാസനകൾ ഒടുങ്ങാതെയും ഒടുങ്ങിയുമാണ് ഈ മായയിലേക്ക് ലയിച്ച് എല്ലാവരും കിടക്കുന്നത്. ഒടുങ്ങിയവർക്ക് വേറെ ശരീരം കിട്ടാം, ഒടുങ്ങാത്തവർക്ക് അത് തന്നെ കിട്ടാം. ഇങ്ങനെ മാറിയും പറഞ്ഞും പുഴുക്കളായും പശുക്കളായും പക്ഷികളായും പല പല ഭാവങ്ങളിലേക്ക് മാറി മാറി വരുന്നത് അവരവരിൽ അവശേഷിക്കുന്ന കർമ്മഗതികൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ആകുന്നത് കൊണ്ട് അങ്ങ് ഭവനാണ് എല്ലാവരോടും. ഇത് അപരനാണ്, ഇത് പരനാണ് എന്ന ചിന്ത അങ്ങേക്കില്ല. ഇത് വേറൊരാളാണ്, ഇത് എന്റേതാണ്, ഇത് അവൻ്റേതാണ്, ഈ ഒരു ചിന്ത അങ്ങേക്കില്ല. കാരണം എന്താണ്? മായ കൊണ്ട് ഉണർത്തപ്പെട്ട കർമ്മസമൂഹത്തോടു കൂടി ജനിച്ചവരാണ് ജീവാത്മാക്കളൊക്കെ. അവരവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള ശരീരങ്ങളെ സ്വീകരിച്ചും അത് ഉപേക്ഷിച്ചും സംസാരത്തിൽ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കറങ്ങി ജീവിച്ചുകൊണ്ടേയിരിക്കും. അവിടെ അങ്ങയുടെ കാരുണ്യത്തിന് പ്രസക്തിയില്ല. അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങേക്ക് ആരോടുമില്ല, ആരോടും ദയവില്ല, ആരോടും കാരുണ്യമില്ല, ആരോടും മമതയില്ല, ഒന്നുമില്ല. ഇവൻ അപരനാണ്, ഇവൻ പരനാണ് എന്നുള്ള ചിന്ത അങ്ങേക്കില്ല. അതുകൊണ്ട് അങ്ങേക്ക് വൈഷമ്യമില്ല, വിഷമതയില്ല, സമത മാത്രമേ ഉള്ളൂ. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും വിഷയമല്ലാത്തത് കൊണ്ട് അങ്ങ് അത്യന്ത ശുദ്ധനാണ്. മനോവാക്കുകൾക്ക് അതീതനാണ് അങ്ങ്. അങ്ങേക്ക് മനസ്സില്ല, വാക്കില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല, അതിൻ്റെയൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ട് സൃഷ്ടി എന്ന ലീല നടത്തിയത് അങ്ങയുടെ ഈ കാരുണ്യം കൊണ്ടാണോ വൈഷമ്യം കൊണ്ടാണോ? ഇതൊന്നുമല്ല, ഇതൊന്നും അങ്ങേ ബാധിക്കത്തില്ല. കാരണം അങ്ങനല്ലല്ലോ സൃഷ്ടിച്ചത്. അങ്ങയുടെ നോട്ടം നിമിത്തമാക്കിയിട്ട് മായയിൽ നിന്നാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ അവരവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സിദ്ധിച്ചതാണ് ഈ ശരീരങ്ങളൊക്കെ. അതുകൊണ്ട് അതിലാണ് സംസാര ദുഃഖങ്ങൾ ജീവാത്മാക്കൾ അനുഭവിച്ച് ജീവാത്മാക്കൾ മുക്തരായി ഭവിക്കാനുള്ള ഒരു മാർഗമാണ് സൃഷ്ടിലീല. അതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് ഈക്ഷണം കൊണ്ട് ഉൽപ്പന്നരായ ജീവാത്മാക്കൾ പിതൃസ്ഥാനീയരായ അങ്ങയെ ഭജിക്കേണ്ടത് ആവശ്യം. അങ്ങിവന്റെയൊക്കെ പിതാവാണ് എന്നാണോ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതിന് മറുപടി അടുത്ത ശ്ലോകത്തിലുണ്ട്. കാരണം സൃഷ്ടിക്ക് കാരണമെന്തോ അതിനെയാണ് പിതാവ് എന്ന് വിളിക്കുക. ഉപകരണമല്ല, കരണമല്ല, കാരണം. കാരണവും കരണവും രണ്ടാണ്. കരണം മാതാവ്, കാരണം പിതാവ്.
അതേപോലെ ഇവിടെ സൃഷ്ടിക്ക് ഒരു കാരണമാണ് അങ്ങ്. മായ ഒരു ഉപകരണമാണ്, കാരണമാണ്. മായയിൽ നിന്നാണ് സൃഷ്ടി മുഴുവൻ ഉണ്ടായിട്ടുണ്ടായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങേക്ക് ജീവാത്മാക്കളുമായിട്ട് എൻ്റെ എന്നുള്ള ഭാവമോ, ഞാൻ സൃഷ്ടിച്ച ചെല്ല ഉറുമ്പായിപ്പോയി, ചെല്ല ആനയായിപ്പോയി, ചെല്ല മനുഷ്യരായിപ്പോയി, അങ്ങനെയൊന്നും അങ്ങേക്കില്ല. കാരണം ഈ അതാത് ഭാവങ്ങളോട് കൂടി മായയിൽ ലയിച്ചു കിടന്നിരുന്നവർ വീണ്ടും എന്താണ് ഒന്നുകൂടെ പുറപ്പെട്ടു, ഉറങ്ങി ഉണർന്നവനെ പോലെ. അതുകൊണ്ടാണ് ഉത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയ യതി പരസ്യ തതഃ. അതുകൊണ്ട് നഹി പരമസ്യ, പരമനായ അങ്ങേക്ക് കശ്ചിത് അപരഹ ന പരശ്ചേത്. ഒരാൾ അപരനാണെന്നോ ഒരാൾ പരനാണെന്നോ ഭരിക്കുന്നില്ല. പ്രിയതൈവ, ആകാശം പോലെയാണ്. ആകാശത്തിന് ഒന്നിനോടും ബന്ധമില്ല. ആകാശം ഇതെന്റെ വീടാണ്, ഇതെന്റെ സ്ഥലമാണ്, ഇതെന്റെ സ്ഥലമാണ്, ഇതെന്റെ 10 സെന്റാണ് എന്ന് ആകാശം ആരോടും ഒരിക്കലും പറയില്ല. കാരണം ആകാശത്തിന് നിന്നുള്ള ബന്ധമില്ല. പ്രിയതൈവ അപദസ്യ, അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ഥാനവുമില്ല, പദവുമില്ല. തവ അങ്ങേക്ക് ശൂന്യതുലാം ദധത, ശൂന്യതയുടെ ഉപമയാണ്, തുല്യതയാണ് അങ്ങേക്കുള്ളത്. അങ്ങ് ശൂന്യതയെ പോലെയാണ്. കാരണം ഒന്നുമില്ല. ഉണ്ടായിരുന്ന എല്ലാം ഈ മായയിൽ നിന്നുണ്ടായി വന്നതാണ്, അങ്ങയിലല്ല. അതുകൊണ്ട് മായയ്ക്ക് അജ എന്ന് പേരുണ്ട്. മായയ്ക്ക് ജനവർണ്ണങ്ങളില്ല. അങ്ങും അജനാണ്, അങ്ങേക്കുമില്ല. അജൻ എന്ന് പറഞ്ഞാൽ അങ്ങ്, അജ എന്ന് വെച്ചാൽ മായ. രണ്ടും ഒരു വാക്കാണ്. നമുക്ക് ഒന്ന് പുല്ലിംഗം ഒന്ന് സ്ത്രീലിംഗം വ്യത്യാസം. അപ്പൊ സ്ഥിരജാതികളായിട്ട് ഇവിടെ കാണപ്പെടുന്ന സമസ്ത ജീവജാലങ്ങളും അങ്ങയിൽ നിന്നും വിദൂരയിരിക്കുന്ന മായയിൽ നിന്നും അങ്ങയുടെ ഒരു നോട്ടം കൊണ്ട് അങ്ങേക്കൊന്ന് കളിക്കാൻ വേണ്ടി മാത്രം. എന്തിനാണ് കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ കളിക്കുന്നത് എന്തിനാണെന്ന് കുട്ടികൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. അവര് വെറുതെ കളിപ്പാട്ടം വെച്ചിങ്ങനെ കളിക്കും. എന്തിനാ ഇപ്പൊ കളിക്കുന്നതെന്ന് ചോദിച്ചാലോ, ഈ പ്രത്യേകിച്ചൊരു കാരണം പറയാനില്ല. കളിക്കണം തോന്നി കളിച്ചു, അത്രേ ഉള്ളൂ. കളി കഴിഞ്ഞതെല്ലാം അതേപോലെ എന്താണ് യഥാസ്ഥാനത്ത് കൊണ്ട് എല്ലാം സൂക്ഷിച്ച് അടക്കി ഭദ്രമാക്കി വെച്ചിട്ട് അവർ പോകും. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ മറ്റുള്ളിടത്ത് നിന്ന് കിട്ടിയതാണ് ഈ കുട്ടിക്ക്. ഇതും കൊണ്ടല്ല കുട്ടി ഇങ്ങോട്ട് ജനിച്ചു വന്നേ. കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ വേറെ നിന്നാണ് കിട്ടിയത്. അത് കാണുമ്പോഴാണ് അതുമായിട്ട് കളിക്കണം എന്ന് തോന്നിയത്. അങ്ങയിൽ നിന്നും വിദൂരയിരിക്കുന്ന മായയിൽ നിന്നുമാണ് ഈ സൃഷ്ടി മുഴുവൻ ഉണ്ടായത്. അങ്ങനെ ഈ സൃഷ്ടി അങ്ങേക്കൊരു ലീല പോലെ, തമാശ പോലെ, കളി പോലെ മാത്രമാണ്. അതുകൊണ്ട് അങ്ങേക്ക് സൃഷ്ടിച്ച ഒരു ജീവജാലങ്ങളോടും പരനെന്നോ അവരെന്നോ ഒരു ഭേദമേ ഇല്ല. ആകാശം പോലെ സർവ്വവ്യാപിയാണ്. പക്ഷെ ഒന്നും അങ്ങേ ബാധിക്കത്തില്ല, ബന്ധിക്കത്തുമില്ല. ശൂന്യതുരനാണ് അങ്ങ് എന്ന് ഞങ്ങൾ അങ്ങയുടെ സൃഷ്ടി രഹസ്യത്തെ തിരിഞ്ഞറിഞ്ഞിരിക്കുന്നു. ഇതാണ് സൃഷ്ടിയുടെ പരമോന്നതമായ തത്വം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ശ്ലോകം ഉപസംഹരിക്കുന്നത്. സ്ഥിരതരജാതയശുരജയോത്ഥനിമിത്തയുജോ വിഹര ഉദീക്ഷയായതി പരസ്യ വിമുക്തതാം. നഹി പരമസ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത്. പ്രിയതൈവ അപദസ്യ തവ ശൂന്യതുലം ദധതാം. ഹേ വിമുക്ത, നമ്മൾ അർത്ഥം എഴുതുന്നുണ്ടായിരുന്നു. ഇല്ല സാർ, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. ചോദിക്കാന്നുള്ളതാണ്. സംശയം എന്നല്ല, അവസാനം പറഞ്ഞ ഒരു കാര്യത്തില്, അതായത് ശൂന്യതുലാം ദദതഃ തവ, അതായത് ശൂന്യതയ്ക്ക് തുല്യതയെ ധരിച്ചവനായ അങ്ങയ്ക്ക് എന്ന് പറഞ്ഞാൽ ശൂന്യതയ്ക്ക് സദൃശമായതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ശൂന്യത ഈ ചരാചരങ്ങളായ ഒരു വസ്തുക്കളുമായിട്ട് ബന്ധമില്ലാതെ മാറി നിൽക്കുന്നവൻ. ആകാശം ശൂന്യമാണ്, അതിലൊന്നുമില്ല, അതിനൊന്നിനോട് ബന്ധമില്ല.
ഇപ്പൊ ആകാശത്തെ പോലെ വിയത്ത് പോലെ അങ്ങ് ശൂന്യതയെ പ്രാപിച്ചവനാ. ശൂന്യത്തിന്റെ തുല്യതയെ പ്രാപിച്ചവനാണ്. അല്ല പക്ഷേ അങ്ങ് ശൂന്യതയ്ക്കും അപ്പുറത്തുള്ളവനല്ലേ? ഏത്? ശൂന്യത്തിന്റെ അപ്പുറത്തിനൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ശൂന്യം എന്ന് വിളിക്കാൻ പറ്റില്ല. അല്ലാതെ ശൂന്യം എന്ന് പറയാൻ പറ്റുമോ പരബ്രഹ്മത്തെ? ആ അങ്ങനെയും പറ്റും. ശൂന്യത്തിന്റെ സാമ്യതയെ പ്രാപിച്ചു. ശൂന്യതയല്ലേ, ശൂന്യതുലാം. ശൂന്യതുലാം. ആ അതിന്റെ തുല്യതയെ പ്രാപിച്ചു. അതാന്ന് പറഞ്ഞില്ല. ശൂന്യം പോലെ ഉപമയാ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അതെ, ശൂന്യം പോലെ എന്നൊരു ഉപമയാണ് നമ്മളെ മനസ്സിലാക്കുക. നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിനെ ഒന്ന് എന്താ പറയുക, ഇത്രയും അബ്സ്ട്രാക്ട് ആയിട്ടുള്ളതിനെ നമുക്കൊന്ന് മനസ്സിലൊന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഒരു ചന്ദ്രനെ പോലെ മുഖം എന്ന് പറഞ്ഞത് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതേപോലെ അങ്ങ് എന്താണ് എങ്ങനെയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശൂന്യതയെ പോലെ ഇരിക്കുന്നവനാണ് എന്ന്. കാരണം നമുക്ക് ആ ശൂന്യത വരെ അറിയാൻ പറ്റും. അതെ അതെ, ശൂന്യതയല്ല, ശൂന്യത പോലെ എന്ന്. അവിടെ തുലാം എന്ന ആ ഒരു വാക്കിലാണ് ഇതിന്റെ അർത്ഥം വരുന്നിരിക്കുന്നത്. അതൊരു ഉപമയാണ്. അതെ അതെ അതെ. ഇവ ശൂന്യതുലാം ദത്തതഃ, അതിനെ ധരിച്ചിരിക്കുന്നു. ശൂന്യതുലാം ദത്തതഃ തവ. അതെ, ആകാശം പോലെ. അവിടെ അത് തന്നെയാണ്. കാരണം അതൊക്കെ ഉപമിക്കാനേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. കാരണം അങ്ങ് അനുപമനാണ്. അനുപമനായ അങ്ങനെ ഉപമിക്കാൻ പറ്റില്ലല്ലോ. അനുപമിതം മേൽപ്പത്തൂര് പറഞ്ഞതല്ലേ. അങ്ങക്ക് പരനോ ഇല്ലെന്ന് സാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. പരനോ ഒന്നുമില്ല. ഒന്നുമില്ല. ഇത് തന്നെ നേരത്തെ ഭട്ടതിരിപ്പാടും പറഞ്ഞിട്ടുള്ള അതിനകത്തിലെ കണ്ടന്റ് തന്നെ ഇവിടെ മറ്റൊരു രീതിയിൽ അത്രേ ഉള്ളൂ. എന്നല്ല ഇത് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടാണ് മേൽപ്പത്തൂർ അത് എഴുതിയെന്ന് സാരം. അതെ ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് അദ്ദേഹത്തിന്റെ ഭാഷയിൽ മായയിൽ നിന്നും എല്ലാം ഉൽപ്പന്നമാകുന്നു എന്നുള്ള രീതിയിൽ മറ്റൊരു രീതിയിൽ അതെ ഇതിന്റെ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട്. അപ്പൊ അങ്ങ് ആകാശം പോലെ ഒന്നിനോട് ബന്ധമില്ലാത്തവനായിട്ട് മാറി നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആകാശം പോലെയാണ് അങ്ങെന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശം പോലെ നീ കാണപ്പെടുന്ന വസ്തു എന്നല്ല, ആ അർത്ഥത്തിലല്ല. പക്ഷെ അതിനുള്ളിൽ നമുക്ക് സാധിച്ചപ്പെടുത്താൻ പറ്റും. നമുക്ക് എന്തെങ്കിലും മൂർത്തമായിട്ടുള്ള ഒന്നിനെ നമുക്ക് മനസ്സിൽ കാണാൻ അമൂർത്തമായി ഈ ആകാശം തന്നെ. ആകാശം അമൂർത്തമാണല്ലോ. മനസ്സിലായി സാർ. അത് അതിനോടൊന്ന് സാദൃശ്യപ്പെടുത്തിയത് മാത്രം. അതൊരു ഗഹനമായ ചിന്തയാണ്. അമൂർത്തമായ ആകാശം സാദൃശ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ താരതമ്യേന അത്ര സിമ്പിളാണ് ഈ ശ്ലോകം. അത്ര വലിയ കുഴപ്പമില്ല. ഒന്നിന്റെ ചോദ്യങ്ങൾ അതിന് മറുപടിയായിട്ട് അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ശ്ലോകങ്ങൾ എടുത്തപ്പോ ഞാൻ ഇല്ലായിരുന്നു. രണ്ടിലില്ലായിരുന്നു. 2 ക്ലാസ്സിലില്ലായിരുന്നു. പിന്നെ കേൾക്കാനും പറ്റിയില്ല അല്ലേ? അല്ല ഉണ്ട്. ഇത് നോക്കാൻ സമയം കിട്ടില്ല. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. അതിനകത്തുണ്ട്. സമയം കിട്ടിയില്ല. 2 ക്ലാസ് പോലും 1 മണിക്കൂർ ഇരിക്കണ്ടേ? അല്ല, സാർ എടുക്കുമ്പോ 1 മണിക്കൂർ കൊണ്ട് തീരും. നോക്കിയാൽ തീരത്തില്ല. ഇല്ല, അങ്ങനെയാണ്. അത് ശരി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കത്തില്ല. അല്ല, ഇരുന്നാലും അന്നേരം അതിനകത്ത് ആവണമെന്നില്ല. ഇത് പക്ഷേ അതിൻ്റെ അകത്താവും. വ്യത്യാസമുണ്ട്. ക്ലാസ് നേരിട്ട് നമ്മൾ കേൾക്കുമ്പോ 1 മണിക്കൂർ കൊണ്ട് അതുപോലല്ല നമ്മള് ഇതിനകത്ത് നിന്ന്. ശരി സാർ. വാർത്തയിലേക്ക് വാം. സ്ഥിരതരജാതയസുരജയോത്ഥനിമിത്തയുജോ വിഹരൗദീക്ഷയായതി പരഫ്യ വിമുക്തതാം നഹി പരമഫ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത് വിയതൈവ അപദഫ്യതവ ശൂന്യതുലാം ദധതാം സ്ഥിരതരജാതയസുരജയോത്ഥനിമിത്തയുജോ വിഹരൗദീക്ഷയായതി പരഫ്യ വിമുക്തതാം നഹി പരമഫ്യ കശ്ചിദപരോ ന പരശ്ച ഭവേത്
വിയതൈവ അപദർശ്യതവ ശൂന്യതുലാം ദധത അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യതി ഫർവഗതാം തർഹി ന ശാഫ്യതേതി നിയമോ ധ്രുവ നേതരഥാം അജനിജയന്മയം തദവിമുച്യ നിയന്ത്രുഭവേത് സമമനുജാനതാം യദമതം മതദുഷ്ടതയാം. അപരിമിത, പരിമിതമല്ലാത്ത, ഇത്രയാണെന്ന് നിശ്ചയിക്കാൻ, അളന്ന് തിട്ടപ്പെടുത്താനാവാത്തത്, അതാണ് അപരിമിതം. പരിമിതം എന്ന് വെച്ചാൽ അളന്ന് മിതമാക്കിയത്, തിട്ടപ്പെടുത്തിയത്, അതാണ് പരിമിതം. പരിമിതമല്ലാത്തത് അപരിമിതം. അപരിമിത ധ്രുവാഹ, നിത്യത, എന്നുമുള്ളത്. തനുഭൃത, ശരീരത്തെ ധരിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ. തനുഭൃത, ശരീരം സ്വീകരിച്ച ജീവാത്മാക്കൾ. യദി ഫർവഗതാഹ, ഫർവഗതന്മാരാണ് എങ്കിൽ, യദി ഫർവഗതാഹ, ജീവാത്മാക്കൾ എത്രയുണ്ടെന്ന് നിശ്ചയിക്കാൻ കഴിയാത്ത വിധം അസംഖ്യമായ ജീവാത്മാക്കൾ, ആ ജീവാത്മാക്കളുടെ ജീവത നിത്യമാണ്, എങ്ങും വ്യാപരിച്ചിരിക്കുന്നതാണ്, സർവഗതമാണ്. അങ്ങനെയാണ് ആയി ഭവിക്കും എങ്കിൽ, രണ്ട് പൂർവപക്ഷവും അതിൻ്റെ ഒരു സമാധാനം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കത് കണ്ടുപിടിച്ചെന്ന് ചർച്ച ചെയ്താൽ നന്നായിരിക്കും. രണ്ട് പൂർവപക്ഷമുണ്ട്. ഈ എങ്കിൽ എന്ന് പറഞ്ഞു നിർത്തിയ കൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും പറയുന്നു എങ്കിൽ അതിന് സമാധാനം കൂടി പറയാൻ പോവാം. പൂർവപക്ഷം ചോദിച്ചതിന് ഉത്തരമായിട്ട് പറയാം. അതെ അതെ അതെ. കാരണം പരമാത്മാവിൽ നിന്നും ജീവാത്മാക്കൾ ഉണ്ടാകുന്നു എന്നാണല്ലോ. പരമാത്മാവിന്റെ നോട്ടം കൊണ്ട് അജയിൽ നിന്നും ജീവാത്മാക്കൾ ഉണ്ടാകുന്നത്. അപ്പൊ അജ എന്ന് പറയുന്നത് എന്താണ്? അവിദ്യയാണ്. അവിദ്യ എന്ന ഒരു കാര്യത്തിന്റെ ഉപാധിയോട് കൂടി ഉണ്ടായ ജീവാത്മാക്കളൊക്കെ പരമാത്മാവിന്റെ അംശം തന്നെയാണ്. എങ്കിലും അവര് ജനനമരണത്തോട് കൂടിയവരായതുകൊണ്ട് പരമാത്മാവിനെ തന്നെ ഭജിക്കണം എന്നാണ് മുമ്പലത്തെ മന്ത്രത്തിൽ പറഞ്ഞു വെച്ചത്. അങ്ങയെ ഭജിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് വെച്ചത്. ശരി, ഇതൊരു മുമ്പലത്തിൽ പറഞ്ഞ ഒരു പക്ഷമാണ്. അതായത് പരമാത്മാവിൽ നിന്ന് അവിദ്യ എന്ന മായയുടെ കാരണമാക്കിക്കൊണ്ട്, അത് ഉപകരണമാക്കിക്കൊണ്ട്, അതാണ് കാര്യമെന്ന ഉപാധിയോട് കൂടിയാണ് ജീവാത്മാക്കൾ ഉണ്ടായത്. പക്ഷെ ഇവരൊക്കെ പരമാത്മാവിന്റെ അംശങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിനെ ഇവിടെ അതെ എടുത്തു പറയാം. അങ്ങനെ ആണെങ്കിലും അവർക്ക് ജനനവർണ്ണങ്ങളോട് കൂടിയവരാണ് ഈ ജീവാത്മാക്കളൊക്കെ. പരമാത്മാവിന്റെ അംശമാണെങ്കിലും ജനനവർണ്ണങ്ങളാണ്. അതിനാണ് തീയിൽ നിന്നും തീപ്പൊരികൾ ഉണ്ടാകുന്നു എന്ന് ഉപമ പറഞ്ഞ. തീപ്പൊരികൾ എന്താണ്? ജനനവർണ്ണങ്ങളുള്ളതാണ്. പക്ഷെ തീയിൽ നിന്നാണ് ഉണ്ടാകുന്നത്, തീക്കതില്ല. അപ്പൊ അങ്ങയിൽ നിന്നും ഉണ്ടാകുന്ന ജനനവർണ്ണത്തോട് കൂടിയിരിക്കുന്ന ആയതുകൊണ്ട് ആണ് പരമാത്മാവിനെ ഭജിക്കണം എന്ന് പറഞ്ഞു വെച്ചത്. അപ്പോ ഒരു ചോദ്യം, അവിദ്യ ഒന്നാണോ പലതാണോ? അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആ അവിദ്യ എന്ന മായ ഒന്നാണോ പലതാണോ? ഒന്നാണെങ്കിൽ ഒരു ജീവന് മുക്തി സിദ്ധിച്ചാൽ എല്ലാ ജീവാത്മാക്കൾക്കും മുക്തി കിട്ടണ്ടേ? ഒരു ജീവാത്മാവിന് മുക്തി കിട്ടുകയാണെങ്കിൽ, കാരണം എന്താണ്? ഇത് അവിദ്യ എന്ന അജയിൽ നിന്നും ഉണ്ടായതാണ് ഇവരെല്ലാം എന്നാണെങ്കിൽ, ഒന്നിൽ നിന്നും ഉത്ഭവിച്ച ജീവാത്മാക്കളാണ് ഇവരെല്ലാം എങ്കിൽ, ഈ ജീവാത്മാക്കളെല്ലാം തുല്യരാണ് എങ്കിൽ ഒരാൾക്ക് മുക്തി കിട്ടിയാൽ എല്ലാവർക്കും മുക്തി ലഭിക്കേണ്ടതായിട്ട് വരില്ലേ എന്നൊരു പൂർവപക്ഷം, ആശങ്ക.
നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു പോയിന്റാണ്. ഇല്ലാത്തൊരു വിഷയം. അതാ ഞാൻ പറഞ്ഞത്. അതെ, ഗഹനമായ ഒരു വിഷയത്തിലേക്ക് പോവുക. അത് നല്ല പോയിന്റ്, അത് ശരിയാ. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുകൊണ്ടാ. എല്ലാ ജീവാത്മാ, കാരണം എല്ലാം ഒന്നിൽ നിന്നും ഉണ്ടായതാണ്. അപ്പൊ അതെ, ഒന്നിന് മുക്തിയായ എല്ലാത്തിനും മുക്തി കിട്ടണമല്ലോ. കിട്ടണ്ടേ? ശരിയാ, അത് കിട്ടുന്നില്ല, അവർക്ക് കിട്ടുന്നില്ല. ഇതെന്ത് പക്ഷമേതാണ്? ഇങ്ങനൊരു കാര്യം മീമാംസകർ തീർച്ചയായിട്ടും ചോദിക്കും. തീർച്ചയായിട്ടും ചോദിക്കും. അപ്പം ഒന്നോ പലതോ, ഒന്നാണെങ്കിൽ അത് എന്താണ്, മുക്തി സിദ്ധിച്ച എല്ലാവർക്കും മുക്തി കിട്ടണം. ഇനി ഒന്നല്ല, അവിദ്യ അനേകമാണ് എന്നാണ് പറയുന്നതെങ്കിൽ അങ്ങനെയുണ്ട്, ജീവികൾക്ക് മോക്ഷം ഉണ്ടാവുകയില്ലല്ലോ. അത് ഞാൻ സാറിനോട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. കാരണം ഇങ്ങനെ ഈ ചക്രത്തിൽ കൂടി ഇങ്ങനെ പോവാണ്. അതുപോലെ തന്നെ കർമ്മബന്ധമായിട്ട് ഇങ്ങനെ ഈ ചക്രത്തിലൂടെ ജനന മരണങ്ങൾ ഇങ്ങനെ വകഭേദം ഉണ്ടായി ജനിച്ചുകൊണ്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ എവിടെ ഇത് അവസാനിക്കുമെന്ന് ചോദിക്കണം വിചാരിച്ചതാ. ഒന്നാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, ഒന്നല്ല പലതാണെങ്കിൽ ആർക്കും ഇല്ല. അപ്പൊ ജീവികൾക്ക് മോക്ഷം ഉണ്ടാവുകയുമില്ല. എന്തെന്നാൽ എല്ലാ അവിദ്യയിലും വ്യാപരിച്ചിരിക്കുന്ന ജീവാത്മാക്കൾ ഒരേ പരമാത്മാവിന്റെ അംശഭൂതങ്ങളാണല്ലോ. വാസ്തവത്തിൽ ഒരേ തീപരില്ല. ഏതാനും ഭാഗം ചിലത് ദുഃഖത്തിലാകുന്നു, ചിലത് സുഖത്തിലാകുന്നു എന്ന് വരുമ്പോൾ ഈ സംസാരത്തിന് നാശമാവില്ലേ? അങ്ങനെ വരാൻ പറ്റുമോ? അതെ, ജീവൻ എന്താ പറയുന്നത്, ആ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ഒരു പ്രഹേളിയായിട്ട് അങ്ങനെ നിക്കത്തില്ലേ? അപ്പോൾ ജീവമോക്ഷം എന്നുള്ളത് തീരെ ഇല്ല എന്ന് വരുവോ? അല്ലേ? ജീവന്മാർക്ക് മോക്ഷം എന്ന് പറയുന്നത് ഇല്ല എന്ന് വരുവോ? അതെ, മുമ്പത്തെ ശ്ലോകത്തിലേത് പറഞ്ഞപ്പോ ഇതിങ്ങനെ മനസ്സിൽ കൂടെ പോവായിരുന്നു. ഇത് അവസാനിക്കാത്തൊരു പ്രഹേളിയായിട്ട് ഇങ്ങനെ പോകത്തേ ഉള്ളല്ലോ. കാരണം ശ്ലോകത്തിൽ സമാധാനം പറഞ്ഞു പോകുന്നുണ്ട്. ഓ, ശരി. അപ്പൊ ജീവമോക്ഷം എന്നുള്ളത് തീരെ ഇല്ലെന്ന് വരുമോ എന്നാണ്. ജീവാത്മാക്കൾ സ്വതേ തന്നെ അനേകങ്ങൾ ആണ് എന്ന് വന്നാൽ എന്താണ് അവയുടെ പരിമാണം? ഏത് വിധത്തിലാണ്? ഈ രണ്ട് ചോദ്യങ്ങളുടെ പ്രസക്തമായി നിൽക്കുകയാണ്. അതിന് മറുപടിയായിട്ട് പറയാൻ പോവാം. ഇത് ഞാൻ ഈ രണ്ട് പൂർവക്ഷം മുമ്പിലത്തെ ശ്ലോകത്തിൽ നിന്ന് വന്നത് ഉദ്ധരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതെ, അതിനെ ബേസ് ചെയ്ത് ഈ ചോദ്യം ചോദിക്കാം വേദാന്തികളോട്. അപ്പം അങ്ങനെയാണെങ്കിൽ പരിമാണം ഏത് വിധത്തിലുണ്ടാകും? ഇതിന്റെ അളവ് എങ്ങനെയുണ്ടാവുക? അണുപരിമാണമാണോ, അതോ ഇടയ്ക്കുള്ള ഒരു പരിണാമമാണോ? ഏത് നിലയാണ്? അതിൽ നമുക്ക് സംശയം ഉണ്ടാകും. കാരണം എല്ലാത്തിൻ്റെയും അനുരൂപമാണ് അങ്ങയിൽ ഒളിഞ്ഞിരുന്നത്, ഇല്ലേ, ഈ മായയിൽ എന്നാണ് പറയുന്നതെങ്കിൽ ദേഹം മുഴുവനും മെതിയാക്കാൻ പറ്റിയ ഒരു വലിപ്പം ഇല്ലാത്തത് കൊണ്ട് ദേഹത്തിൽ കാണപ്പെടുന്ന ചൈതന്യമല്ല ജീവൻ എന്ന് വരില്ലേ? അണുവാണെന്ന് പറഞ്ഞാൽ ഈ ദേഹത്ത് മുഴുവൻ വ്യാപരിക്കാൻ തക്ക വലിപ്പമുണ്ട് എന്ന് വരികയാണെങ്കിൽ അപ്പോൾ അനേകം അണുക്കൾ ചേർന്ന് ഒരു പരിണാമം ഉണ്ടായതാണ് ഈ ജീവൻ എന്നും വരില്ലേ? രണ്ടായാലും പ്രശ്നമാണ്. അണുസ്വരൂപത്തിലാണ് ഇത് എന്താണ് മായയിൽ ഉണ്ടായിരുന്നത്. അതാ പറഞ്ഞ ഉറങ്ങി ഉണർന്നവനെ പോലെ എന്നല്ലേ മുമ്പത്തെ പറഞ്ഞേ. അപ്പം അണുസ്വരൂപത്തിലാണ് എന്ന് വന്നാൽ ഈ അണുവിന് ഈ ദേഹം മുഴുവൻ വ്യാപരിക്കാൻ മതിയായ വലിപ്പം അണുവിന് കിട്ടുമോ? ഇല്ല. അണു അത്രയ്ക്ക് ചെറുതാണ്. അപ്പൊ അത് വലിപ്പമില്ലാത്തതുകൊണ്ട് ദേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ചൈതന്യം ആണ് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അണുവിൽ മാത്രമേ ഇത് വ്യാപരിക്കുന്നുള്ളൂ. ദേഹത്തിൽ മുഴുവൻ വ്യാപരിക്കുമ്പോൾ എല്ലായിടത്തും ഇത് എത്താതാവില്ലേ എന്നൊരാശങ്ക. ചില ഒരു ഭാഗത്ത് മാത്രമല്ലേ എത്തൂ. അണു മാത്രമാണെങ്കിൽ എല്ലായിടത്തും തുറന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ അല്ലേ അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എല്ലാ അവയവങ്ങളിലും കൂടി പോവുകയുള്ളൂ. അങ്ങനെ പോകുന്നില്ലല്ലോ അണുവാണെന്ന് പറഞ്ഞാൽ. അല്ല, ഇനി അണു അല്ല എന്ന് പലതാണ് എന്നാണ് അവിടെ പറയുന്നതെങ്കിൽ ആ വലിപ്പത്തിന് രൂപഭേദങ്ങൾ ധാരാളം ഉണ്ടാകുന്നത് കൊണ്ട് ജീവൻ അനേകമാണ് എന്ന് വരും. അനേകം അണുക്കൾ കൂടി ചേർന്നുണ്ടായതാണ് എന്നും വരും. അപ്പോഴും ഇത് നിത്യത്വമില്ലാതെ വരില്ലേ?
ഈ രണ്ട് പൂർവപക്ഷത്തിന് സമാധാനം പറയാൻ പോവാണ്. ഇത്രയും ഉള്ളിൽ കണ്ടുകൊണ്ട് ഈ ശ്ലോകത്തിലോട്ട് കടന്നാൽ മാത്രമേ ഇതിന്റെ ആശയം ശരിക്കും പിടി കിട്ടാൻ പോകും. ഇത്രയും ഭാഗം കിട്ടിയോ? ഏതാണ്ടൊക്കെ ഒരു അതായത് രണ്ട് വിഷയങ്ങളാണ് ഇവിടെ വന്നത്. അജയിൽ നിന്നുമാണ് ഈ ജീവാത്മാക്കളൊക്കെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞല്ലോ. അങ്ങയുടെ നോട്ടം എന്ന പ്രേരണ കൊണ്ട് അജയിൽ നിന്നുണ്ടായി. അജയിൽ ഇതേവഴി എങ്ങനെ കിടന്നു? ഉറങ്ങി ഉണർന്നവരെ പോലെ തന്നെ പറഞ്ഞേ. അതെ അതെ. അപ്പൊ അജയിൽ ഇത് എങ്ങനെയാണ്? സൂക്ഷ്മ സ്വരൂപത്തിലാണ് കിടന്നത്, അണുസ്വരൂപത്തിൽ. മായയിൽ ഇതെല്ലാം സൂക്ഷ്മ സ്വരൂപമായിട്ട് അണുവായിട്ടാണെങ്കിൽ അണുവായിട്ടുള്ള ഒരു വസ്തു എന്താണ് ജനിച്ച് ഉണ്ടായി, അത് വളർന്ന് വികസിച്ച് ഇന്ദ്രിയങ്ങൾ ഒക്കെ ശക്തമായി, കണ്ണ്, മൂക്ക്, നാക്ക്, കായ, വായ ഇന്ദ്രിയങ്ങളെല്ലാം വന്ന് വലുതായി വളർന്ന് പൂർണ്ണതയെ പ്രാപിക്കുമ്പോൾ ഈ സൂക്ഷ്മതയിൽ ഉണ്ടായിരുന്ന അണുസ്വരൂപമായ ആ ഒരു ചൈതന്യം ഇത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാനുള്ള വലിപ്പം അതിനുണ്ടാകുമോ? അത്രയ്ക്ക് ചെറുതായിരുന്നില്ലേ? അതെ അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് എന്താണ്, എല്ലായിടത്തും ഇത് വ്യാപരിക്കാത്തത് കൊണ്ട് എല്ലാം അങ്ങയുടെ സ്വരൂപമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി അല്ല, ഇത് പലതാണ്, എന്താണ്, പല അണുക്കൾ കൂടിച്ചേർന്നിട്ടാണ് ഈ സ്വരൂപം ഇങ്ങനെ ഉണ്ടായത് എന്ന് ആണ് പറയുന്നതെങ്കിൽ അതിന് വൈവിധ്യം കൊണ്ട് പലതായി നിൽക്കാനേ പറ്റത്തുള്ളൂ, ഒന്നാകാൻ പറ്റില്ല. അപ്പൊ പല അണുക്കൾ എന്ന് പറയുമ്പോൾ ഈ പല അണുക്കൾ ജീവാത്മാവിന്റെ അല്ലെങ്കിൽ പരമാത്മാവിന്റെ അംശമല്ല എന്നുള്ള സംശയം അവിടെ വരുന്നു. സംശയം വരും. ഈ രണ്ട് ശങ്കയാണ് ഇപ്പം ലഭിക്കുന്നത്. ഏതാണ്ടായോ? ശാസ്ത്രം പഠിക്കുന്നവരെ പഠിക്കണം, എന്നാലേ ആകുമല്ലോ. ഇനി നമുക്ക് ശ്ലോകത്തിലോട്ട് പ്രവേശിക്കാം. അപരിമിത കണ്ടില്ലേ? രണ്ടാമത്തിന് മറുപടി പറയാം. അപരിമിത, അളന്ന് തിട്ടപ്പെടുത്താനാവാത്തതാണ്. അപ്പൊ എന്താണ്? വലിപ്പം കൊണ്ട് വലുതാകുന്നില്ലേ? തനുഭൃതോ യതി സർവഗതാഹ, ഈ ജീവാത്മാക്കൾ എല്ലായിടത്തും പ്രപഞ്ചം മുഴുവൻ വ്യാപരിച്ചു നിൽക്കുന്നവരുമാണ്. അപ്പൊ ഏതൊരു വസ്തു ആ വസ്തുവിന്റെ വികാരം കൊണ്ട് ജനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ നിയമിപ്പിക്കാൻ മതിയാകുന്നതാണ്. അതിന്റെ പേര് നിയമം എന്നാണ്. ഒരു ഒന്നിൽ നിന്നും മറ്റൊരു വസ്തു ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണ്ടാകുന്നതിൻ്റെ സമസ്ത വികാരഭാവത്തോടും കൂടി അത് ജനിക്കുന്നു എന്നുള്ളത് ആ വസ്തുവിനെ നിയമിപ്പിക്കുന്ന ഘടകമാണ്. ഇപ്പം എന്താണ്, ഉറുമ്പായിട്ട് ജനിക്കുന്നുവെങ്കിൽ ഉറുമ്പിനെ നിയമിപ്പിക്കുന്ന ഘടകങ്ങളോട് കൂടി തന്നെയാണ് അത് ജനിക്കുന്നത്. ജീവാത്മാക്കളൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുക? മനുഷ്യര്, ദേവന്മാര്, ഋഷിമാര്, ഉറുമ്പ്, എലി, പൂച്ച, ആന, ഇതെല്ലാം ഉണ്ടാകുന്നത് അതാതിന്റെ ഭാവത്തോടു കൂടി തന്നെയാണ്, അതാത് വികാരത്തോടു കൂടി തന്നെയാണ് ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഉണ്ടാകലിന്റെ ഒരു നിയമം. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ജീവനെ നിയമിപ്പിക്കാൻ മതിയായ വസ്തു എന്താണ്? ഒരു ജീവനെ, ഒരു ഉറുമ്പിന്റെ സൂക്ഷ്മ അണുവിനെ ഉറുമ്പാക്കി നിയമിപ്പിക്കാൻ തക്കതായ ഒരു ഘടകം അതിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കാരണസ്വരൂപത്തിൽ എല്ലാറ്റിലും ചേർന്നിരിക്കുന്നതായ അറിവിന് ദോഷമുണ്ടാകാൻ അറിവിനെ വിഷയമാകാത്തതായും ഇരിക്കുന്നത് ഏതോ അതാണ് ജീവാത്മാക്കളെ നിയമിപ്പിക്കുന്നതെന്നാണ് അങ്ങയുടെ സ്വരൂപം. കാരണം അങ്ങ് ജ്ഞാനസ്വരൂപനാണ്, ഈ അജ അവിദ്യാസ്വരൂപിയാണ്. അങ്ങ് വിദ്യാസ്വരൂപനാണ്, പക്ഷെ ഈ എന്താണ് അജ എന്ന അവിദ്യാസ്വരൂപിണിയാണ് മായ. അപ്പം ഒരാൾ അറിയുന്നു എന്ന് പറഞ്ഞാൽ ആ അറിവിന് ദോഷമുണ്ടാവുകയാണെങ്കിൽ ആ അറിവിന് വിഷയമായി ഭവിക്കുന്ന വസ്തു എവിടെയാണോ ഇരിക്കുന്നത് അത് ജീവാത്മാക്കളെ നിയമിക്കുന്ന അങ്ങയുടെ സ്വരൂപമാണ്. എങ്ങനെയെന്നാൽ ഒരു ഉദാഹരണം കൊണ്ട് പറയാം. അവിദ്യാകൃതമായ അംശങ്ങളോട് കൂടിയാണ് ജീവാത്മാക്കൾ ജനിച്ചത് എന്നാണ് പറയുക. കാരണം ആരിൽ നിന്നാണ് ജനിക്കുന്നത്? അജയിൽ നിന്ന്.
അപ്പൊ അവിദ്യയുടെ അംശത്തോടു കൂടി ആരും ജനിക്കുള്ളൂ? ജീവാത്മാക്കളൊക്കെ ജനിക്കും. അപ്പം അങ്ങനെയാണ് ജനന മരണങ്ങൾ അടയുന്നത് എന്നും ഇതൊരു നിയതമായ വ്യവസ്ഥയാണ്, ഇതൊരു നിയമമാണ്. അങ്ങനെയല്ലേ ഉണ്ടാകാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ മായയും അല്ലെങ്കിൽ അജയും പരമാത്മാവിന്റെ അംശം തന്നെയാണല്ലോ. പരമാത്മാവിന്റെ നോട്ടം കൊണ്ട് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ദൂരെ ഇരിക്കുന്ന മുമ്പത്തെ സമസ്യ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് ചേർന്നല്ല. അതായത് പരമാത്മാവിന് അതുമായിട്ട് ചേർച്ചയില്ല. പക്ഷേ മായയ്ക്ക് പരമാത്മാവുമായിട്ട് ചേർച്ച ഉണ്ടല്ലോ. ചേർച്ചയെന്ന് വെച്ചാൽ വിദൂരത്തിൽ ഇരുന്നുകൊണ്ടേ ഉള്ളൂ. കൂടിയിരുന്നില്ല, സഹയോഗം ഇല്ല. പരമാത്മാവിന് സഹയോഗമില്ല, വിയോഗത്തിന്റെ ചേർച്ചയുള്ളൂ. ആകാശം പോലെ പറഞ്ഞ കൊണ്ടാ. ചേർന്നിട്ടില്ലേ? ഇല്ല. ആകാശം അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ എന്താണ്, അവിദ്യ എന്ന ഉപാധി കൊണ്ട് അംശങ്ങളായിട്ട് ജീവാത്മാക്കൾ ജനിച്ചു. അവരങ്ങനെ തന്നെ ജനനമരണങ്ങൾ അടയുന്നു. അങ്ങനെ ജീവന്മാര് സംസരിച്ച് എന്താണ് ഈ പ്രപഞ്ചത്തിൽ കഴിഞ്ഞുകൂടും. അവരെ ശാസിച്ച് അവരുടെ അവിദ്യയെ നശിപ്പിച്ച് അവരുടെ നിയന്താവായി തീരുന്നത് അങ്ങാണ്. നമ്മുടെ ഉള്ളിൽ അവിദ്യയിൽ നിന്ന് ജനിച്ച നമ്മുടെ ഉള്ളിലുള്ള അവിദ്യയെ, മായയെ നശിപ്പിക്കുന്ന ആരാണ്? വിദ്യാസ്വരൂപനായ അങ്ങ് തന്നെയല്ലേ. അപ്പൊ നമ്മൾ ആരെ ഭജിക്കണം? അങ്ങയെ ഭജിക്കണ്ടേ? മായയെ ഭജിക്കണോ അങ്ങയെ ഭജിക്കണോ? അപ്പൊ അതാണ് അങ്ങയെ ഭജിക്കണം എന്ന് പറഞ്ഞതിന്റെ ഒരു കാര്യം. എന്റെ കാരണം ഈ പൂർവ്വ അറിയണം. അങ്ങയെ അറിയാത്തിടത്തോളം കാലം ഈ മായയിൽ കിടന്നുരുളും. അതെ. അതുകൊണ്ടാണ് അങ്ങയെ ഭജിക്കണം എന്ന് പറഞ്ഞത്. എങ്കിൽ മാത്രമേ, കാരണം വിദ്യ അങ്ങാണ്, അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിദ്യയിൽ കറങ്ങി മുമ്പ് പറഞ്ഞ പോലെ ജന്മജന്മാന്തരങ്ങൾ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ പോയുള്ളൂ. ഇതിൽ നിന്ന് മുക്തി കിട്ടാതാണ്. ശരി. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങയെ ഭജിക്കണം. കറക്റ്റ് ആയിട്ടുള്ള ലോജിക്കാണ്. അത് ശാസ്ത്രം പഠിക്കുന്ന പോലെ പഠിച്ചെങ്കിലേ ചില ശ്ലോകം ആവുകയുള്ളൂ. പക്ഷെ പഠിച്ചു വന്നാൽ നല്ല രസമാണ് അറിയുന്നവർക്ക്. അല്ലാത്തവർ വെറുതെ വായിച്ചർത്ഥം മനുഷ്യർക്ക് പോകാനേ പറ്റുള്ളൂ. നിങ്ങൾ ചില ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ട് സൂക്ഷ്മതയിലേക്ക് പോകുന്ന ഇതല്ലെങ്കിലും ഇങ്ങനെ ഇതേമാതിരി ഒരു എന്താ പറയുക, സിദ്ധാന്തപക്ഷം പൂർവപക്ഷം എന്നുള്ള രീതിയിൽ പോയെങ്കിലേ ഇത് ശരിയാകും. അതുകൊണ്ട് അങ്ങയെ ഭജിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വന്നു. ജീവന്റെ ഉപാധിനാശത്തോടുകൂടി ജീവത്വം നശിക്കുമല്ലോ, ഉറപ്പാണല്ലോ. ഓരോ ജീവന്മാരുടെയും ഉപാധി നശിക്കുന്ന പോലെ ഉറുമ്പിന്റെ ഉപാധി എന്ന ശരീരം നശിക്കുമ്പോൾ എന്തായി? ഉറുമ്പത്വം നഷ്ടപ്പെടും, നശിക്കുന്നു. സ്വരൂപം ഇല്ലാതാകും. കാര്യം ഇല്ലാണ്ടാകുമ്പോൾ പിന്നെ അത് കാരണമായിട്ട് നിൽക്കത്തുള്ളൂ. ഉപാധിയുടെ എന്ന ആ ഒരു സംബന്ധം ഇല്ലാണ്ടാകുമ്പോൾ അതിന്റെ അംശവും നശിച്ച് പൂർണ്ണമായ കാരണമായിരിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായി സമ്പൂർണമായി അത് പ്രകാശിക്കും. ആരെ? ഈ ജീവാത്മാക്കൾ. പക്ഷെ എന്ത് ചെയ്യണം? ഇത് നശിക്കണം. ഈ അവിദ്യയെ നശിക്കണമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അവിദ്യ നിലനിൽക്കുന്നിടത്തോളം വീണ്ടും ജനിച്ചു മരിച്ചു ഇങ്ങനെ പോവുകയുള്ളൂ. അത് വായിൽ കിടന്നുള്ളൊരു കറക്കാണ്. അതിൽ നിന്ന് ഉള്ള മുക്തിയാണ്, മോചനമാണ് മുക്തി. അപ്പം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപനായി സമ്പൂർണനായി പ്രകാശിക്കുന്നതായ ഒരു ജീവചൈതന്യമായി അത് മാറും ഈ ജീവാത്മാക്കൾ. എങ്ങനെയാണത്? മോക്ഷവും അവിദ്യാനിവൃത്തിയും മോക്ഷവും. കാരണം അവിദ്യാവസ്ഥയിൽ ബന്ധനമുണ്ടാകും, അവിദ്യാനിവൃത്തിയാണ് മോക്ഷം. ഇതാണല്ലോ എപ്പോഴും ആദ്യം വരെ ഭാഗവതം പറഞ്ഞുകൊണ്ടിരുന്നത്. അതെ. അതുകൊണ്ട് അതുണ്ടെന്നുള്ള വ്യവഹാരത്തിന് അതുകൊണ്ട് ദോഷവുമില്ല. ഇതാണ് ഉപനിഷത്തുകൾ ആയ ഞങ്ങളുടെ മതം എന്ന്. അതാണ് യത് അമതം മതദുഷ്ടതയാ. ഉപനിഷത്തുകളായ ഞങ്ങളുടെ മതം ഇത് തന്നെയാണ്.
എന്ന് ശുദ്ധാഭിമാനികളായി ദേവതകൾ സ്തുതിച്ചുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നിൽ നിന്ന് ഭിന്നമായ മറ്റൊരു വസ്തുവിനെ എന്ന പോലെ ജീവാത്മാവ് പരമാത്മാവിനെ അറിയുകയല്ല. എന്നിൽ നിന്നും ഭിന്നമായ മറ്റു വസ്തുവാണ് ജീവാത്മാവെന്ന് അറിയുകയല്ല. ജീവാത്മാവ് തന്നെ കർമ്മദോഷം കൊണ്ട് സിദ്ധിച്ച ഈ കാരണമെന്ന ഉപാധിയെ ഭക്തി കൊണ്ട് നശിപ്പിക്കുമ്പോൾ പരമാത്മാവ് തന്നെയായി തീരുകയാണ്. ഇതാണ് മോക്ഷം. അതായത് ഞാൻ ഈശ്വരനെ അറിയുന്നു എന്നല്ല പറയേണ്ടതെന്നത്. കാരണം ഞാൻ ഈശ്വരന്റെ അംശം തന്നെയാണല്ലോ. അതായി തീരുക എന്നാണ്. കാരണം ജീവാത്മാവിന്റെ കർമ്മദോഷം കൊണ്ടാണ് ഈ ഉപാധികൾ കിട്ടിയത്. അല്ല, നമ്മളാരും നിശ്ചയിച്ച് വന്നല്ലോ ഇതൊന്നും. ഉപ്പുപാറ കടലായിട്ട് തന്നെ മാറുന്നത് പോലെ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ ഓരോ ഉപാധി കൊണ്ട് നമ്മൾ ഓരോന്നായിട്ട് ജനിച്ചു മരിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ ഉപാധിയിൽ മനുഷ്യത്വം എന്നുള്ള ശരീരത്തിന്റെ ഉപാധി സ്വീകരിച്ച് വന്നവരാണ് നമ്മളൊക്കെ. ആ ഉപാധി ഭക്തി കൊണ്ട് നശിപ്പിക്കണം, മറ്റുപായമില്ല. അല്ല. അങ്ങ് നശിക്കുമ്പോൾ ഞാൻ പരമാത്മാവ് തന്നെ ആയി തീരുന്നു എന്നുള്ള അനുഭവത്തെ തിരിച്ചറിയാൻ പറ്റും. അതാണ് മുക്തി. അങ്ങനെയാണ് പരമാത്മാവ് സർവ അന്തര്യാമിയായി ജീവനിയന്താവായി ഭവിക്കുന്നു എന്ന് ഉപനിഷത്തുകൾ എപ്പോഴും ഘോഷിക്കുന്ന കൊണ്ടാണ്. ജീവാത്മാക്കളെ നിയന്ത്രിച്ചു. അതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കാൻ പറഞ്ഞത് ഈശ്വരനെ. കാരണം നമുക്ക് അതായി തീരുക വേണ്ടേ. ഈ കൂടി ഞാൻ ഉപേക്ഷിച്ചാൽ ഞാൻ അതായിട്ട് തീരുക തന്നെ ചെയ്യണം. അത് തീരാത്തവർ എന്ത് ചെയ്യും? വീണ്ടും ജനിച്ചു മരിക്കും. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി, എന്താ എല്ലാവരും ഒന്നിച്ചു മുക്തി അടയാത്തത്? അങ്ങയുടെ അംശമാണെങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചു മുക്തി അടയണ്ടേ? അപ്പൊ വിഭിന്ന രൂപങ്ങളിൽ ഭാവം മായ തന്നെയാണല്ലോ ദ്വന്ദ്വത്തിന്റെ കാര്യം. കാരണം അപ്പോ മായ ഉള്ളിടത്തോളം കാലമാണ് നമുക്ക് ഈ നാനാവിധ ചരാചരാത്മകമായിട്ട് തോന്നിക്കുന്നത്. നമ്മൾ പരമാത്മാവായിട്ട് ആ അവബോധം കൊണ്ട് പരമാത്മാവായി തീരുന്നത് അപ്പോൾ മായയിൽ നിന്നും നമ്മൾ നിർവൃതരായി. അതിന് ഭക്തി മാത്രമാണ്. അതുകൊണ്ട് ഈ പരമാത്മാവിനെ സ്തുതിക്കണം. വേദങ്ങൾ ഇപ്പൊ സ്തുതിക്കാൻ പറയപ്പെട്ടത്. നിങ്ങൾ എന്തിനാ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയാണ് വേദസ്തുതി ഗീത. നിങ്ങൾക്ക് സ്തുതിക്കാതെ വെറുതെ ഇരുന്നാ പോരെ? നിങ്ങൾ തന്നെ ആയിക്കൊള്ളുകയല്ലേ? ജനിച്ചവർക്കൊക്കെ മോക്ഷം കിട്ടിക്കൊള്ളുന്നത്. മുമ്പത്തെ ഈ ചോദ്യം വന്നല്ലേ, 2 ചോദ്യം. അതിന് മറുപടി ചെയ്ത് ഞാൻ ഈ 2 ചോദ്യം അവതരിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് കടന്നേ. എല്ലാവരും ഒരേ എന്റെ അംശമാണെങ്കിൽ ഒന്നിച്ച് മുക്തി കിട്ടണ്ടേ എല്ലാവർക്കും? അല്ലെങ്കിൽ ആർക്കും കിട്ടാനും പറ്റില്ല. അങ്ങനെയല്ല. അതുകൊണ്ടാണ് മാത്രമാണ് ഇങ്ങനെ താൻ ഇതല്ല എന്നുള്ള ആ അവബോധത്തെ, വിദ്യയെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് എപ്പോഴാണോ ആ പരമാത്മ സ്വരൂപത്തെ സ്തുതിച്ച് ഭക്തി കൊണ്ട് താൻ അതായി തീരുന്നത്, അപ്പോൾ ദേഹം ഉപേക്ഷിച്ചു പോകും. അങ്ങനെയുള്ളത് വളരെ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് കിട്ടാത്തത് എന്ന് ആ 2 ചോദ്യങ്ങളുടെ മറുപടി ഇതിനകത്ത് പൂർണ്ണമാക്കിയ ശ്ലോകം. ഇത്ര ഗഹനമായ ഒരു വിഷയത്തിലേക്കാണ് സ്തുതിഗീത ചില സന്ദർഭങ്ങളിൽ. അതായത് എന്താ പറയുക, വളരെ ഇത്രയും സുസൂക്ഷ്മമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചു കൊണ്ടുവന്ന് അത് സാധാരണക്കാരിൽ എത്തിക്കത്തക്ക വിധത്തിലുള്ള അതിനെ കൊണ്ടുവന്ന് പറയുന്ന ഒരു അത് അത്ര എന്താ പറയുന്നത് സുസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതില്ല, ഭാഗവതത്തെ ഇത് കൊണ്ട് വെച്ചു വ്യാസൻ. നോക്കൂ, അതും ഇവിടെ ശാസ്ത്രത്തിന്റെ വലിയ ഈ എന്താ പറയുന്നത് കൊമ്പുകോർപ്പോ യാതൊന്നും ഇല്ലാതെ തന്നെ ഇതെല്ലാം ഭക്തിയിലേക്ക് ലയിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യും.
അവിടെയാണ് ഇതിന്റെ അത്ഭുതം. അതാണ് ഭക്തിയുടെ ആ മഹാത്മ്യം. അതുകൊണ്ടാണ് ഭാഗവതം പഠിച്ചാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടതില്ല, എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. സകല വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. അതെ, എല്ലാ ശാസ്ത്രങ്ങളും ദർശനങ്ങളും അതിനകത്തില്. അതെ, ഇങ്ങനെ മേൽപ്പത്തൂരിനെ പോലുള്ള ശാസ്ത്ര പണ്ഡിതന്മാർക്ക് രമിക്കാൻ പറ്റിയ വിഷയമാണ് ഭാഗവതം. അതും ഇതിൻ്റെ അകത്തുണ്ട്. അതെ അതെ അതെ. ഓട്ടൂരിനെ പോലെ ഭക്തി മാത്രം കൊണ്ട് നടക്കുന്ന വെറും കേവല ഭക്തന്മാർക്കും ഇതിൻ്റെ അകത്ത് രമിക്കാൻ വിഷയങ്ങളായി. ഇതാണ് ഭാഗവതത്തിന്റെ വലിയ മഹത്വത. ഏത് തരത്തിലുള്ളവരെയും തന്നിലേക്ക് ഉൾക്കൊള്ളിച്ച് അവരുടെ ചിന്തയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അപരിമിത ധ്രുവ. അപ്പോൾ ഒരു മിനിറ്റ് സാറേ, അപ്പോ ഒരു അണുവാണോ ഒരു ശരീരത്തിൽ സ്പ്രെഡ് ആയേക്കണേ, പല അണുവാണോ? അതിന്റെ ഉത്തരം എന്താ? പല അണു ചേർന്ന ഒരണു തന്നെയാണ്. അത് വളർന്ന് വികസിച്ച് വലുതായാണ് ശരീരത്തിൽ ഇത്രയും പ്രകടമായി കാണപ്പെടുന്നത്. ഇത് നമുക്ക് തിരിച്ചറിയണം. ഓക്കെ ഓക്കെ, അതിനാണ് വിദ്യ. ഓക്കെ, താങ്ക് യു. അപരിമിത ധ്രുവാ തനുഭൃതോ യതി സർവഗതാഃ തനുഭൃതഃ അപരിമിത യതി സർവഗതാഃ തർഹി. ജീവാത്മാക്കളൊക്കെ അപരിമിതന്മാരും സർവഗതന്മാരുമാണ് എങ്കിൽ ന ശാശ്വതയേതി നിയമോ ധ്രുവ. ഇവിടെ ധ്രുവ എന്നുള്ള സംബോധനയാണ്. ആരെയാണ്? ഈശ്വരനെ, ഭഗവാനെ വിളിക്കലാണ് ഹേ ധ്രുവ എന്ന്. ആദ്യം കണ്ട ധ്രുവ എന്നുള്ളത് എന്താണ്? നിത്യമായി എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടർത്ഥം. ആദ്യം അപരിമിത ധ്രുവാസ്തനുഭൃത എന്നുള്ളത് ധ്രുവാഹ. ധ്രുവ എന്ന് വെച്ചാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന, നശിക്കാത്തത്. ഇനിയും രണ്ടാമത് രണ്ടാമത് ഹേ ധ്രുവ എന്ന സംബോധനയാണ്. അങ്ങനെയുള്ളവനാണല്ലോ, നിത്യനായിട്ടുള്ളവനാണ്. അപ്പൊ ന ശാസ്യത ഇതി നിയമഃ. അങ്ങനെയാണെങ്കിൽ ശാസിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു നിയമം ഉണ്ടോ? ഇല്ലല്ലോ. ന ഇതരഥ, മറ്റു പ്രകാരത്തിലാണെങ്കിൽ ശാസിക്കേണ്ടവനല്ല എന്നാണെങ്കിൽ അജനിച്ച എന്മയം തത് അവിമുച്യ നിയന്ത്രുഭവേത്. അജനി, ജനിക്കാത്തതായ, എന്മയം, യാതൊരു പരമാർത്ഥ സ്വരൂപമായി തീർന്നിരിക്കുന്നതാണ് ജീവാത്മാക്കൾ. തത് അവിമുച്യ, അതിനെ മാറ്റിക്കളഞ്ഞിട്ട് അറിയാതെ നിയന്ത്രുഭവേ, ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന അങ്ങ് തന്നെയാണ്. പക്ഷെ ഇത് ജീവാത്മാക്കൾ അറിയുന്നില്ല പലപ്പോഴും. എന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് ഓരോ നിമിഷവും ജീവാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവാത്മാക്കളെ നിയന്ത്രിക്കുന്നത് ജീവാത്മാക്കളല്ല, ഈ പരമാത്മാവിന്റെ നോട്ടമാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സമം അനുജാനതാം, ഈ വിഷമാവസ്ഥയല്ല ഉള്ളത്, സമാവസ്ഥയാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ഏത് അമതം, യാതൊരു അമതമാണോ ഉള്ളത് അത് ദുഷ്ടതയാ മതം. ആ അമതമെന്ന ദുഷ്ടത കൊണ്ട് അതിനെ മാറ്റിയിട്ട് മതത്തെ തിരിച്ചറിയണം. ഇവിടെ മതം എന്നുള്ളതിന് ഈ എന്താണ്, അറിയപ്പെടാത്തതായി ഭവിക്കുന്നതാണ് അമതം, അറിയപ്പെട്ടതാണ് മതം. ഈ അർത്ഥത്തിലാണ് മതം എന്ന വാക്ക് ഉപയോഗിച്ചത്. മനനം ചെയ്ത് നിശ്ചയിച്ചതാണ് മതം. അങ്ങനെ ആവാത്തതാണ് അമതം, അത് ദുഷ്ടമാണ്. അതുകൊണ്ട് യത് എന്മയം അജനി, യാതൊരുമയമായി പരമാത്മസ്വരൂപമായി ജനിച്ചുവോ അത് അവിമുച്യ, അതിനെ വിടാതിരിക്കണം, അതിനൊന്ന് ഉള്ളിൽ നിന്ന് കളയരുത്. അവിമുച്യ സമം യത് അനുജാനതാം, സമമായി ആരാണോ അറിയപ്പെടുന്നത് മതദുഷ്ടതയാ, ജ്ഞാനദോഷം കൊണ്ട്, മതദുഷ്ടത കൊണ്ട് അമതം അറിയപ്പെടുന്നതല്ലാത്തതായി ഭവിക്കുന്നു. അത് നിയന്ത്രുഭവേ, അതാണ് നിയന്താവ്. അതാണ് നിയന്താവായ ഈശ്വരൻ എന്ന ശക്തി എല്ലാവരിലും ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ്. അതൊരു ശക്തി മാത്രമേ ഉള്ളൂ. അത് കാര്യകാരണങ്ങളിൽ ഒന്നും പെടുന്നതല്ല. വാസ്തവത്തിൽ കാര്യകാരണങ്ങൾക്കും അപ്പുറത്താണ്. ഞാനെന്ന് പറയുന്ന കാര്യത്തിന് കാരണം നമുക്ക് സംബന്ധിച്ച് മായയാണ്.
അതിൻ്റെയും അപ്പുറത്താണ്. അതാണ് കാര്യകാരണങ്ങൾക്ക് അപ്പുറത്താണ് അങ്ങയുടെ ഈ പരമാത്മ ചൈതന്യ ശക്തി. അതൊരു പ്രേരകമായി എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുണ്ട്. വൃക്ഷങ്ങൾക്കും പർവ്വതങ്ങൾക്കും മനുഷ്യർക്കും സകലർക്കും ഉണ്ട്. അങ്ങനെ ഉള്ളിൽ നിന്നുകൊണ്ട് വിരാജിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങയെ സ്തുതിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മുമ്പത്തെ ശ്ലോകത്തിന് ബാക്കി ഇവിടെ ഓർപ്പിക്കണം. അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗതാം തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരഥാം അജനിതയന്മയം തദവിമുച്യ നിയന്ത്രുഭവേൻ സമം അനുജാനതാം യദമതം മതദുഷ്ടതയാം. അപരിമിതാ ധ്രുവാസ്തനുഭൃതോ യദി സർവഗതാ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവനേതരഥാം അജനിതയന്മയം തദവിമുച്യ നിയന്ത്രുഭവേൻ സമം അനുജാനതാം യദമതം മതദുഷ്ടതയാം. അപരിമിത ധ്രുവാസ്തനുഭൃതോ യദി ഫക്താ തർഹി ന ശാസ്യതേതി നിയമോ ധ്രുവ നേതരഥാം അജനിജയന്മയം തദവിമുച്യ നിയന്ത്രുഭവേത് സമം അനുജാനതാം. ഒക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. രണ്ടും വരുമ്പം സംശയം വരും. സമം അനുജാനതാം യദമതം മതദുഷ്ടതയാം. യഥാമതം എന്നുള്ളത് യഥാമതം എന്ന് മാത്രമേ നമുക്ക് ഒന്നിച്ച് ചേർത്ത് വായിക്കാൻ പറ്റുള്ളൂ എന്ന് വരും. അപ്പൊ അത് അർത്ഥത്തിലേക്ക് എങ്ങും വരില്ല. അതുകൊണ്ട് വായിക്കുമ്പം സമം അനുജാനതാം യത് അമതം എന്ന് പദങ്ങൾ തിരിച്ചതിനെ മനസ്സിലാക്കിയിട്ട് വായിക്കുമ്പോൾ സമം അനുജാനതാം യഥമതം മതദുഷ്ടതയാ എന്ന് വെച്ച് വായിക്കാം. കുഴപ്പമില്ല. സമയം അതിക്രമിച്ച് സംശയമാണെങ്കിൽ ചോദിക്കാം. അത് സംശയം ഉണ്ടാവാൻ ഇത്തിരി പാടാ അല്ലേ? അതെ അതെ അതെ. അഥവാ എല്ലാം എല്ലാം ഒരു എന്താ പറഞ്ഞ ഒരു വലിയ പുകമറയ്ക്കുള്ളില് കംപ്ലീറ്റ്. അതെ അതെ അതെ. പല പ്രാവശ്യം കേട്ട് ഉറപ്പിച്ചെങ്കിലേ ഇത് കിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അരമണിക്കൂർ എടുത്തു ഒരു ശ്ലോകത്തിന്. അങ്ങനെയാണ് പോയത്. ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ അതിക്കൂടെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചെന്നേ. 4 വരിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് എന്ത് വഴിയിലേക്കാണ് പോകുന്നത്. അത്ഭുതമാണ്. ഈ ശ്രുതിഗീത വാസ്തവത്തിൽ വലിയ മഹാഗ്രന്ഥം തന്നെ. അത് തന്നെ. അതെ അതെ. ഭഗവത്ഗീതയുടെ കാര്യം പറഞ്ഞ പോലെ വളരെ വളരെ വ്യാഖ്യാനിക്കേണ്ട ഒരു. അതുകൊണ്ടാണ് പിന്നീട് ശ്രുതി ഗീത എന്ന് പേര് കൊടുത്തതുകൊണ്ട് തന്നെയാണ്. ഭഗവത്ഗീതക്കാൾ സുന്ദരമാണ്, ഗഹനമാണ്, ഗംഭീരവുമാണ്. അത് കുറച്ചുകൂടി സിമ്പിളാ. ഇത് കാരണം ഇതിൽ സാങ്കേതിക പദങ്ങളും ശാസ്ത്ര വിഷയങ്ങളും എല്ലാം അങ്ങനെ ചേർത്ത് പുതിയ പരുവത്തിലാക്കിയല്ലേ ഇത്രയും ശ്ലോകങ്ങളിലല്ലേ. സാഖ്യന്മാരുണ്ട്, മീമാംസകന്മാരുണ്ട്, വൈയാകരണന്മാരുണ്ട്. ഈ 3 പേരെയും ചേർത്തുകൊണ്ടാണ് അദ്ദേഹം വേദാന്തിയെ മുമ്പോട്ട് പോയി ഭക്തിയിലെത്തുക. നമസ്കാരം സാർ. ഗീതയിലും ഇത് തന്നെയല്ലേ പറയുന്നത്? ഗീതയിലും ഇത് തന്നെയല്ലേ പറയുന്നത്? 1000-ൽ ഒരാൾക്ക് മാത്രമേ ആശയം തന്നെയാണ്. 1000-ൽ ഒരാൾ മാത്രമേ എന്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. അതെ. കശ്ചിത് മുക്തയെ ചിലർക്ക് മാത്രമേ അതാവുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ആ ചോദ്യം ഇന്ന് പ്രസക്തമാണ്. അവൻ ഈശ്വരനെ ഭജിക്കുന്നത് ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രം മോക്ഷം കൊടുക്കുന്നു, എല്ലാവരും ഈശ്വരന്റെ സന്താനങ്ങളാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിക്കാമല്ലോ. ഇതിന്റെ ഇതായിട്ട് വരുന്നത് ആത്മജ്ഞാനം തന്നെ. ഞാനും ഭഗവാനും ഉള്ള അതും ഭഗവാനും ഒന്നാണെന്നുള്ളത്, ആ സത്വവും ഒന്നാണെന്നുള്ളത് തിരിച്ചറിയുന്നതാണല്ലോ. അതാണല്ലോ മായയിൽ നിന്നുള്ള വിമോചനം. അത് നമ്മൾ പറഞ്ഞ പോലെ അനുഭവിച്ചറിയണം എന്നാണ്. പറയാം, ഞാൻ വേണേ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. പക്ഷെ അനുഭവിച്ചറിയുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. അനുഭവം ശരിയാ. അവിടെ ആ ഒരു നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇത്. അതിന്റെ ആദ്യത്തെ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സും ഒക്കെയാണ്. എന്തായാലും നമുക്ക് പോകാം. നമുക്കൊക്കെ എത്തിച്ചേരണം അങ്ങോട്ട്. ഉപനിഷത്ത് ഉപനിഷത്ത് കഴിഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. ശരിയാ. അതൊരു സത്യമാണ്. ഉപനിഷത്തിന്റെ കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും.
സ്തുതിയാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് സാറേ. അതെ അതെ, ഈ 10 ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞ് ഭാഗവതത്തെ സ്തുതിഗീതം വന്നപ്പോ നന്നായി അത്. അല്ല അതുകൊണ്ടാ അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഇതിന്റെ ആവുകയില്ലായിരുന്നു. പറ്റത്തില്ല. കാരണം ഈ ഉപനിഷത്തുകളിലൊക്കെ പല വിധത്തിൽ എത്ര തരത്തിൽ പറഞ്ഞ ഓരോ ആചാര്യന്മാരും എത്ര വിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയത് കുറെയൊക്കെ കേട്ടത് കൊണ്ട് അതെ അതെ, അത് തിരിച്ചറിവുണ്ടാക്കാൻ പറ്റി. യാദൃശ്യം വന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെയാണോ വന്നത്? അതെ അല്ല അതൊരു വലിയ വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇതൊന്നും സപ്താഹവേദികളൊന്നും മിണ്ടാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ആരും ഇങ്ങനൊരു സംഗതി ഇതിനകത്ത് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. സ്തുതിഗീതം ഉണ്ട്, വായിക്കുന്നവർക്ക് തന്നെ കഷ്ടിച്ചറിയാം എന്തോ ആണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിലൊക്കെ പരാമർശിക്കുമെങ്കിലും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ തീർച്ചയായിട്ടും പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. സമയം പോലെ അതിന് പറ്റിയ ഓഡിയൻസിനൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ച് വിടേണ്ടതാണ്. സൂചിപ്പിക്കുമെങ്കിലും ചെയ്യാണ്ട്, പക്ഷേ എവിടെയും അങ്ങനെ സൂചിപ്പിക്കാറില്ല. എടുക്കാറില്ല, ദശമത്തിന് അവസാനം ഒന്നും എടുക്കാറില്ലല്ലോ. കുചേലഗതിയോടുകൂടി ദശമം കഴിഞ്ഞു, പിന്നില്ല. കുചേലന്റെ കഥ പറയുന്നതുകൊണ്ട് ദശമസ്കന്ധം ചെയ്യും. അന്ന് മിക്കവാറും മൈമനത്തിലെയും പിറ്റേ ദിവസം പിന്നെ ഈ ഏകാദശത്തിലെ ഒന്നെണ്ണം ചിലപ്പോ പറഞ്ഞെങ്കിലായില്ലെങ്കിലായി, അതോടെ തീർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ 7 ദിവസം കൊണ്ട് 7 ദിവസം വാശിപ്പിക്കുന്ന അത്രയോ, അല്ലെങ്കിൽ 7 ദിവസം കൊണ്ട് ഇത് മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഈ 7 ദിവസം കൊണ്ട് ഇതിങ്ങനെ വായിച്ച് കംപ്ലീറ്റ് എന്താ പറഞ്ഞ അതിന്റെ വിചാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളിലും അത്രമാത്രം നിപുണന്മാരായിട്ടുള്ളവരാണെങ്കിൽ ഇത് ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ തന്നെ അവർക്ക് ഇന്നതാണെന്ന് മനസ്സിലാകും. നമ്മുടെ അത് ഈ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രജ്ഞാനം കുറച്ചുള്ളിൽ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്, കുറച്ചുകൂടെ നന്നാവും. അല്ലെങ്കിൽ പഠിച്ചു വരണം നേരം. നമുക്കിന്ന് ഉപസംഹരിക്കാം, സമയം കഴിഞ്ഞല്ലോ. ഒരുപാട് സമയം നാളെ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം. നമസ്കാരം.